നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഈ ഓൺലൈൻ വഴി മദ്യം എത്തിയാൽ എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട് എന്ന് പറയുന്നവർക്ക് ചൂണ്ടിക്കാട്ടാൻ നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നവർക്ക് ചൂണ്ടിക്കാട്ടാൻ നിരവധിയായിട്ടുള്ള റീസണുകൾ ഉണ്ട്. ഈ പ്രശ്നമൊക്കെ തുടങ്ങി വെച്ചത് ബെപ്കോ MD ആണ്. ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതാണ്. അത് ഓൺലൈൻ വഴി മദ്യം എത്തിച്ചാൽ അത് ഉപഭോഗം വർദ്ധിക്കാൻ ഒരു തരത്തിലും സാഹചര്യം ഉണ്ടാക്കില്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് നേട്ടമുണ്ടാകും എന്നതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വീട് ബാറാക്കി മാറ്റും ഈ നിലപാട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഹർഷിത അട്ടല്ലൂരി പാടെ തള്ളിക്കളയുകയാണ്. ബെപ്കോ ആപ്പ് സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷ അവർ ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. സർക്കാർ അംഗീകരിച്ചാൽ നന്നായിരുന്നു, കസ്റ്റമർക്ക് സംതൃപ്തി ഉണ്ടാകും. മറ്റ് ഇതിനെതിരെ വരുന്ന വിമർശനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. കസ്റ്റമേഴ്സിന്റെ തൃപ്തി അത് മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുള്ളത്, ശുപാർശ നൽകിയിട്ടുള്ളത് എന്നതുകൂടിയാണ് ബെപ്കോ MD ഹർഷിത അട്ടല്ലൂരി പറഞ്ഞത്. ബേസിക്കലി ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു ലീഗൽ ബിസിനസ്സാണ്. ഇത് ഡ്രഗ്സ് അല്ല, ഡ്രഗ്സ് ആർ ഇല്ലീഗൽ. ആൽക്കഹോൾ ഇസ് എ ലീഗൽ ബിസിനസ്. ഇപ്പോൾ ഈ ലീഗൽ ബിസിനസ്സിൽ നമ്മൾ ഷോപ്സ് നടത്തുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ഒരു ഓൺലൈനായിട്ട് മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. കാരണം എല്ലാ പ്രൊവിഷൻസ്, ഇപ്പോൾ പ്രൊവിഷൻസ് മുതൽ ഫുഡ് മുതൽ സേഫ്റ്റി പിൻസ് മുതൽ കാർസ് വരെ എല്ലാം നമുക്ക് ഓൺലൈൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ലിക്കർ മാത്രമേ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്? ഞാൻ CMD ബെപ്കോ ആയിട്ട് ഞാൻ ഒരു പ്രപ്പോസൽ എൻ്റെ കോർപ്പറേഷൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി, പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പ് വെച്ചു. അപ്പോൾ ഗവൺമെൻറ് ഇത് പല ആംഗിൾസിൽ നിന്ന് നോക്കിയിട്ട് അപ്പോൾ ആവശ്യമായ തീരുമാനം ഗവൺമെൻറ് പറയും. എന്തായാലും സർക്കാരിന് ഇത്തരം ഒരു നീക്കവുമില്ല എന്ന് പറയുമ്പോഴാണ് ആവർത്തിച്ച് ഈ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹർഷിത അട്ടല്ലൂരി മാധ്യമങ്ങളെ കാണുന്നത്, സംസാരിക്കുന്നത്. വിവാദം കൈവിട്ടു പോകുമോ എന്ന ഒരു സംശയം. പല കോണിൽ നിന്നും വിവാദം ശക്തമായ സാഹചര്യത്തിലാണ് ശക്തമായ ഇടപെടൽ മന്ത്രി MB രാജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. താനാണ് മന്ത്രി, താൻ പറയുന്നതാണ് സർക്കാർ നടപ്പാക്കാൻ പോകുന്ന കാര്യം. അത് സർക്കാരിന്റെ നിലപാടുകൾ എപ്പോഴും മദ്യനയത്തിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കും എന്ന ശക്തമായ വാക്കുകൾ ഇന്നലെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു ദിവസം ഈ കാര്യമൊക്കെ വ്യക്തത വരുത്തിയതാണ്. സർക്കാർ അങ്ങനെ ആലോചിച്ചിട്ടില്ലാണ്. വീണ്ടും എല്ലാ ദിവസവും നിങ്ങൾ വാർത്ത കൊടുക്കുന്നു, നിങ്ങൾ തന്നെ എന്നോട് വന്ന് ചോദിക്കുന്നു. ഓരോ ദിവസം ഒരു കാര്യം പറയാം, സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുക മന്ത്രിയാണ്. ഈ കാര്യത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് വ്യക്തമാക്കുക. അതിന് മുകളിലൊരു ഉദ്യോഗസ്ഥനുമില്ല. മന്ത്രി വിവാദങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ഘട്ടത്തിലാണ് കടുത്ത നിലപാടുമായി മന്ത്രി രംഗത്ത് വന്നത്. പക്ഷേ മന്ത്രി ഉറപ്പിച്ച് കാര്യം പറയുമ്പോൾ പോലും ഒരു സംശയം ബാക്കിയാക്കുന്നത് സർക്കാരിന്റെ നിലപാട് ഇതാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ബെപ്കോ MD ഇങ്ങനെ പരസ്യമായി എല്ലാ മാധ്യമങ്ങളോടും സംസാരിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്, അതിനെ അനുകൂലിച്ച് പറയുന്നത് എന്ന ഒരു സംശയം ബാക്കിയാണ്. എന്തായാലും വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല, സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയും അടങ്ങുന്നില്ല. ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ ഇതിൽ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നു എന്ന ഒരു വലിയ വിമർശനം നടത്തുന്നു. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. LDF സർക്കാരിന്റെ മദ്യവിരുദ്ധ പരസ്യങ്ങളെ കാതോലിക്ക ബാവ പരിഹസിച്ചു. സർക്കാരിന്റെ മദ്യനയം ജലരേഖയായി മാറുന്നു എന്ന ഒരു വലിയ വിമർശനം കൂടിയാണ് അദ്ദേഹം ഇതിനെതിരെ ഉന്നയിക്കുന്നത്. മദ്യം വീട്ടുപടിക്കൽ എത്തുന്ന സാഹചര്യമാണ്, ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുവിനെ ലളിതവൽക്കരിക്കുന്നത് ഭൂഷണമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം ഇതിനെ വിമർശിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ബിഷപ്പിന് അരി വാങ്ങാൻ റേഷൻ കടയിൽ പോയി വിരൽ പതിപ്പിക്കണം, എന്നാൽ മദ്യം വീട്ടുപടിക്കൽ എത്തിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നതാണ് ഉയരുന്ന വലിയ ആക്ഷേപം. അദ്ദേഹവും അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓൺലൈൻ പർച്ചേസ് വളരെ സുഗമമായി നടത്തുന്നതാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ നടത്താൻ കഴിയുന്നതാണ്. അങ്ങനെ എളുപ്പത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു സാധനം വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപഭോഗം കൂടും എന്നത് നമ്മളുടെ ഓൺലൈൻ പർച്ചേസിന്റെ ഹിസ്റ്ററി തന്നെ എടുത്തു നോക്കിയാൽ കാണാം. ഞാനൊക്കെ ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ഒരു ശീലമാക്കി മാറ്റിയിരിക്കുകയാണ്. എല്ലാ മാസവും കുറച്ച് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ട് പോലെയാണ് നമ്മൾ
ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ആവശ്യത്തിലധികം ഷോപ്പ് ചെയ്യും എന്നുള്ളതാണ് ഓൺലൈൻ പർച്ചേസിന്റെ പ്രത്യേകത. അത് നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവം എടുത്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പല വ്യഞ്ജനങ്ങൾ പോലും നമുക്കിപ്പോൾ ഓൺലൈനായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫറുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ തെരഞ്ഞുപിടിച്ച് സാധനങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും വാങ്ങുന്നത് ഒരു ശീലമായി മാറിയിരിക്കുകയാണ് മലയാളികൾക്ക്. അപ്പോൾ മദ്യം കൂടി അങ്ങനെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായാലും ഉപഭോഗം വർദ്ധിക്കുമെന്നത് സത്യമാണ്. അതാണ് അവരുടെ ബിസിനസ് കണ്ണ്. പക്ഷേ അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും, വിവാദങ്ങളെ എങ്ങനെ അവസാനിപ്പിക്കും എന്ന ഒരു സംശയം കൊണ്ടാണ് മന്ത്രി ഇപ്പോൾ ചില വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുമായിട്ടൊക്കെ രംഗത്ത് വരുന്നത്. എന്തായാലും ഇത് ഓൺലൈനിലേക്ക് പോകുമെന്നതിൻ്റെ സൂചനയാണ് ഈ ചർച്ചകൾ എന്നതാണ് എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്.